അയ്യോ, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും നിലയുടെ വീട്ടിൽ പോവാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കവിൻ, ഇവിടുന്ന് നിനക്ക് നിലയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാമല്ലോ അല്ലേ? ഓ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. ഞാൻ വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അച്ഛന് വഴി അറിയില്ല, പിന്നെ അവിടെ പോവാനും പറ്റത്തില്ല. ഇനി വഴി മാറ്റി പറഞ്ഞ് അങ്ങോട്ട് പോവാതിരിക്കാൻ നോക്കാം. നിന്നോടാ ഞാൻ ചോദിച്ചത്, നിലയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാവുന്ന. അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ എങ്ങനെ അറിയാ? എന്താ അറിയാത്തെ? എനിക്കറിയാം. അച്ഛാ, അവിടുന്ന് ലെഫ്റ്റ് എടുക്ക്. ലെഫ്റ്റ്? ആ അതെ. അച്ഛാ, ഇനി അവിടുന്ന് റൈറ്റിലേക്ക് പിടിക്ക്. റൈറ്റാ? അതെ അച്ഛാ. അച്ഛാ, ഞാൻ പറഞ്ഞ വഴി മാറിപ്പോയിന്നാ തോന്നുന്നത്. അച്ഛാ, റൈറ്റിലേക്ക് എടുത്ത് ലെഫ്റ്റിലേക്ക് പിടിക്ക്. റൈറ്റിലോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കാനാ? അതെ അച്ഛാ. വന്നടുത്തന്നെ തിരിച്ചെത്തിയല്ലോ. എന്താണത്? നമ്മൾ പുറപ്പെട്ട സ്ഥലത്തെത്തിയല്ലോ. നിനക്ക് വഴി അറിയാമോ അതറിയില്ലേ? ഞാനൊന്ന് പകലല്ലേ വന്നത്, ഇപ്പൊ രാത്രിയല്ലേ. എനിക്കൊന്നും കാണാൻ വയ്യ, അതൊന്നും മനസ്സിലാവാത്ത. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ പോയിട്ട് നാളെ വന്ന് കാണാൻ വെച്ചാ. ഇല്ലെങ്കി ഞാൻ നിലയുടെ അടുത്ത് സ്കൂളിൽ വരുമ്പോ സോറി പറയാം. നിന്നെ വിശ്വസിച്ചില്ലാണ് ഞങ്ങൾ വന്നത്. നിക്ക്, നിന്റെ അച്ഛമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട്. അച്ഛാ, ഒരുപാട് ലേറ്റ് ആയി, പ്രായമായവരെ ബുദ്ധിമുട്ടിക്കണോ? വിട്ടേക്ക്, സോറി അല്ലേ. അത് നമുക്ക് മെയിലായിട്ടോ വോയിസ് നോട്ടായിട്ടോ അയക്കാം. നിന്നെ ഉണ്ടല്ലോ. സാറേ, ഞാൻ കുറച്ചു നേരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സാറിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അഡ്രസ് പോലും അന്വേഷിക്കുകയാണോ? അതെ ഏട്ടാ, ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. വീട് അറിയില്ല. ആരെ കാണാനാ വന്നേ? ഇവിടെ നില എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വീടാ അന്വേഷിക്കുന്നത്. നിലാന്ന്? അയ്യോ, കൊച്ചുകുട്ടിയാ, ഒരു കുസൃതി കുട്ടി, ഒരു സ്മാർട്ട് കുട്ടി. ആരൻ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, ആ മോളുടെ കാര്യമാണോ? ആ കുട്ടിയുടെ വീട് ഇവിടെയല്ല. ഇവിടുന്ന് നേരെ പോയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് തിരിഞ്ഞ ഉടനെ ഒരു അമ്പലം ഉണ്ടാവും. അതിനോട് ചേർന്ന് മതിലുള്ളൊരു വീടുണ്ട്. അതാണ് നീലയുടെ വീട്. ഓ ശരി. സ്ട്രീറ്റിന്റെ പേരെന്താ? ലക്ഷ്മി നഗർ 9ാം സ്ട്രീറ്റ്. ഓ ശരി ശരി, താങ്ക്സ്. ഓക്കെ സർ. ഈ രാത്രിയായിട്ട് കൂടി ഒരുത്തൻ എന്നെ പെടുത്താൻ വന്നിരിക്കുക. എന്ത് കഷ്ടം ഇത്. വിജി, എങ്ങോട്ടാ പോന്നെ? മോൾക്ക് എന്തോ സുഖയില്ലെന്ന് ആരോ പറയുന്ന കേട്ടല്ലോ, എന്തു പറ്റി? അതെ ചേച്ചി, സ്കൂളിലൊരു പയ്യൻ തമാശക്ക് പേടിപ്പിച്ചതാ. മോളാകെ പേടിച്ച് ബോധം കെട്ട് വീണുപോയി. എന്തൊരു കഷ്ടം ഇത്. പിന്നെ അവര് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നോ? ആ ചേച്ചി. ആ പയ്യൻ ഭയങ്കര വികൃതി ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കി. നിലമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ, നോർമലായി. ഇതിനെല്ലാം കാരണം കണ്ണു തട്ടിയതാ. നിന്റെ മോൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അവള് നന്നായിട്ട് പാടും. അതൊക്കെ കൊണ്ടാ കണ്ണു തട്ടിയിട്ടുണ്ടാവാ. നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് കല്ലുപ്പും കുറച്ച് മുളകും കൂടി എടുത്ത് നിലമോളെ നന്നായി ഒന്ന് ഒഴിഞ്ഞിട്. ശരി ചേച്ചി. നാട്ടുകാരെല്ലാം നിലമോളെ പറ്റിയാ പറയുന്നേ. ശരി വിജി, നീ മോളെ നന്നായി നോക്ക്. അവൾക്ക് നീ മാത്രല്ലേ ഉള്ളൂ, കൊഴപ്പൊന്നും വരില്ല കേട്ടോ. ശരി ചേച്ചി. ശരി, പോയി വരാം മോളെ. ബൈ ആന്റി. വാ. അമ്മേ, എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു അമ്മേ. ഐസ്ക്രീമോ? ഈ നേരത്തോ? രാത്രി കഴിച്ച ജലദോഷം വരില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. അമ്മ രാവിലെ വാങ്ങിത്തരാം. അമ്മേ പ്ലീസ് അമ്മേ, അതൊന്നും നടക്കാൻ പോണില്ല. എപ്പ കഴിക്കണമെന്ന് തോന്നുന്നു അപ്പൊ തന്നെ കഴിക്കണ്ടേ അമ്മേ? വാശി പിടിക്കരുത് നില. എനിക്ക് കഴിക്കാൻ വേണ്ടിയല്ലേ അമ്മേ. നീ ആള് കൊള്ളാലോ നില. നീ പറഞ്ഞ ഞാൻ എന്തും ചെയ്യുമെന്ന് വിചാരിച്ച്
എന്റെ അടുത്ത് നീ ഇങ്ങനെയെല്ലാം പറഞ്ഞ് കാര്യം സാധിക്കാല്ലേ? അടി. അങ്ങനെയൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ്. ശരി വാ, വാങ്ങിത്തരാം. ജോളി ജോളി ജോളി. അമ്മ ഐസ്ക്രീം വാങ്ങിത്തരാന്ന് പറഞ്ഞേ. അയ്യോ, എന്നെ വിടാനൊരു ഉദ്ദേശമില്ലല്ലോ.